ഞാനാണ്. അവസാനം പറയുന്ന മൂന്നിന്റെ ഉത്തരവാദി നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം തരേണ്ടവൻ അള്ളയാണ്. പറഞ്ഞപ്പോ അയാള് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. ഞാൻ പറയുന്ന വിഷയത്തിന്റെ മർമ്മം ഇതാണ്. റബ്ബുണ്ടെന്ന ആലോചനയുണ്ടായാൽ ടെൻഷന് വരൂല, വിഷമം വരൂല, വീട്ടിൽ കലാപമില്ല, കുഴപ്പം വരൂല. ആരാണിത് നിയന്ത്രിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ആരുടെ മുമ്പിലാണ് വണങ്ങേണ്ടത്? ഈ ജഗനിയന്താവായ സർവേശ്വരനായ പടച്ചറബ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്തിനാണ്? എല്ലാത്തിന്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. മനുഷ്യരെല്ലാം അവർ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവല്ലാത്ത കരുണ ചെയ്യുന്നവനാണ്. അവന്റെ കരുണ നമുക്ക് നൽകുമാറാവട്ടെ. ഞാനതാണ് പറയുന്നത്. ടെൻഷനുണ്ട്, സങ്കടമുണ്ട്. വീട്ടിൽ ഞാനും ഭർത്താവും തമ്മിൽ പ്രയാസമാണ്, ഞാനും ഭാര്യയും തമ്മിൽ കച്ചറയാണ്, നാട്ടിൽ കലാപമാണ്, എനിക്ക് വല്ലാത്ത അസുഖമുണ്ട്. ആർക്കാണ് വേദനയില്ലാത്തത്? ഇവിടെ ഇരിക്കുന്ന എത്ര മനസ്സുകളിൽ ടെൻഷനുണ്ട്? ഇല്ലേ? അതിനുള്ള പരിഹാരമാണ് ഈ ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയണേ, മുഹമ്മദ് മുസ്തഫ സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി, ദോനോ ആലം കെ ദൂലാ ഹമാരാ നബി. എല്ലാത്തിനും പരിഹാരം തന്ന, എല്ലാ വിഷമങ്ങൾക്കും തീർത്തി തന്ന ലോകത്തിന്റെ കരുണയുടെ കടലായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുന്നത്, വരൂ മുഅ്മിനേ, നമുക്ക് പോകാം ഔലിയാഇന്റെ കൂടെ. കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ ഞാൻ വിളിക്കുന്നത്, ഈ ഉറൂസ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താ? ആധുനികയുടെ പുതിയ കാലത്ത് എല്ലാം റോബോട്ട് വൽക്കരിച്ചുകൊണ്ട്, എല്ലാം ആർട്ടിഫിഷ്യലായി, വളരെ ഷോ മാത്രമായി നിൽക്കുന്ന പുതിയ ലോകത്തിന് മുമ്പിൽ ലവ് എന്താണെന്ന് പറയാൻ, സ്നേഹം എന്താണെന്നറിയാൻ, കരുണ എന്താണെന്നറിയാൻ, ആത്മീയത എന്താണെന്നറിയാൻ, ൗക്ക് എന്താണെന്നറിയാൻ, രസമെന്താണെന്നറിയാൻ, വരൂ നമുക്ക് പോകാം. ഇവിടെ കിടക്കുന്ന മഹാന്റെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അതുകൊണ്ട് എല്ലാത്തിനും അനുസരിച്ച് മാറുന്നതിന് പകരം നമ്മുടെ വഴി ഏതാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇത് എൻഎച്ചിലാണ് പോവേണ്ടത്, ബൈപ്പാസ് ഇല്ല. വളരെ എളുപ്പമാണ്. ആരുടെ വഴിയാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. നമുക്ക് മുമ്പിൽ സ്വാലിഹീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, മഹാന്മാരുണ്ട്, ത്യാഗം ചെയ്തവരുണ്ട്, വല്ലാതെ റബ്ബിനെ സ്നേഹിച്ചവരുണ്ട്. അറിയുമോ നിങ്ങൾ? നമ്മളിപ്പോ പറയാണ്, ബദറിലെന്ത് സംഭവിച്ചു, ഉഹുദിലെന്ത് സംഭവിച്ചു, ഹുനൈനിലെന്ത് സംഭവിച്ചു. സ്വഹാബത്തിന്റെ ത്യാഗം പറയുന്നു. വസൽ ഹുനൈനം വസൽ ബദറൻ വസൽ ഉഹുദാ അൻവാഅ തഅദീബിഹിം വൽ ഹത്ഫ കൈഫ ജറാ. നിനക്ക് ധാരാവായി കാണണോ? ഫാഷൻ അടിച്ച് നടക്കണോ? കമന്റ് പറഞ്ഞ് നടക്കണോ? ലൈനടിച്ച് നടക്കണോ? ഈ ലോകത്തെ വെല്ലുവിളിക്കണോ? ആലിമീങ്ങളെ ഇകഴ്ത്തണോ? അവരുടെ ഗീബത്ത് പറയണോ? അവർക്കെതിരെ നിൽക്കണോ? വരൂ, കാണൂ, ഒന്നറിയൂ. ഉഹുദിനെ പരിചയമുണ്ടോ നിനക്ക്? ബദറിനെ ഓർമ്മയുണ്ടോ നിനക്ക്? ഖന്തക്കിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നീ? ആരാണിത് സമ്മാനിച്ചത്? വസൽ ഹുനൈനം വസൽ ബദറൻ വസൽ ഉഹുദാ. ആ സ്വഹാബ
സ്വഹാബത്തിനെ ഓർത്തിട്ടെങ്കിലും അവരോട് ചെന്ന് ചോദിച്ചോ, ഉഹുദ് മലയുടെ രണാങ്കണത്തിൽ അവിടെ കിടക്കുന്ന മലയോട് ചെന്നിട്ട്, ഉഹുദേ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? നിന്റെ സ്വഹാബത്തിന്റെ ചരിത്രം പറയുമോ? മുത്തുനബിയുടെ പല്ല് പൊട്ടിപ്പോയ നാടല്ലേ ഇത്? അവിടുന്ന് ഇരുന്ന ഗുഹയല്ലേ ഇത്? ഉഹുദിന്റെ തൊട്ടി ചാരത്ത് ഒരു മലയുണ്ട്. ഏതാണ് ആ മല? ആ മലയിൽ ഒരു പാറയുണ്ട്, അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിന് ഇപ്പോൾ നല്ല ഒരു ദ്വാരമുണ്ട്. എങ്ങനെയാണ് ആ കല്ലിന് ദ്വാരം വന്നത്? ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയണേ, ഈ സദസ്സ് മദീന സ്വീകരിക്കാൻ